നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ മുന്നണി വിപുലപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല എന്ന് നിലവിലെ മുന്നണി നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. NDAക്ക് ബദൽ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് മാത്രമാണ് എന്ന് അവർ ഒരേ സ്വരത്തിൽ പറയുന്നു. അത് സ്റ്റാലിൻ ആയിക്കോട്ടെ, മമതയായിക്കോട്ടെ, അഖിലേഷ് യാദവ് ആയിക്കോട്ടെ, ഹേമന്ത് സോറൻ ആയിക്കോട്ടെ, ബഹുഭൂരിപക്ഷം വരുന്ന നേതാക്കളും ഈ രീതിയിൽ തന്നെയാണ് കോൺഗ്രസിനോട് പ്രതികരിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് കൊണ്ടുവന്നാൽ മാത്രമേ NDAയുടെ കുതിപ്പിനെ തടയാൻ കഴിയുകയുള്ളൂ എന്നും ഇതിന് സമയമായി കഴിഞ്ഞിരിക്കുന്നുവെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ടാലി വെട്ടിച്ചുരുക്കാൻ മാത്രമായിരുന്നു ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ ഈ പ്രതിപക്ഷ ഘടകകക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി നിന്നതെങ്കിൽ ഇനി അങ്ങനെയല്ല, അധികാരം പിടിച്ചെടുക്കാനുള്ള മുന്നണി സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം എന്ന യാഥാർത്ഥ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. BJPക്ക് കേവല ഭൂരിപക്ഷം ഇപ്പോഴും ലോക്സഭയിലില്ല. എന്നിട്ടും അവർക്ക് ബഹുഭൂരിപക്ഷം ഉണ്ട് എന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ MLA-മാർ ഈ കാലയളവിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറം നോക്കിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വലിയ രീതിയിലുള്ള നിതാന്ത പരിശ്രമം BJP MLA-മാരെ വർദ്ധിപ്പിക്കുന്നതിൽ സഹായകമായി എന്ന് തന്നെ പറയേണ്ടി വരും, ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി എന്നത് വെറും തട്ടിക്കൊള്ളിപ്പ് മാത്രമാണ്. അതിനകത്ത് ഒത്തൊരുമ കാണില്ല. അടുത്ത മാർഗനിർദ്ദേശങ്ങൾ എന്ത് എന്ന് പറയാൻ കഴിയില്ല. NDA വലിച്ചു തള്ളി താഴെയിടാൻ കഴിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണി നേടിയെടുത്തത് 234 സീറ്റുകളാണ്. അതിൽ 99 സീറ്റുകൾ കോൺഗ്രസും 37 സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും 29 സീറ്റുകൾ തൃണമൂലും 23 സീറ്റുകൾ DMKയും എന്നിങ്ങനെയാണ് പോകുന്നത്. ഇവർ ഒത്തൊരുമിച്ച് പഴയ UPA സഖ്യത്തിൻ്റെ ഭാഗമായാൽ മാത്രമേ ഗുണം ഏറെ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഈ രാജ്യത്ത് മാറ്റം ആഗ്രഹിക്കുന്നവർ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു സുതാര്യതയില്ല, സുസ്ഥിരതയില്ല. അതുകൊണ്ട് തന്നെ 10-ൽ 6 പേരും മടിച്ചിരിക്കും. ഇത് കൊടുത്താൽ പ്രയോജനകരമാകുമോ, ഇത് ശാശ്വതമാകുമോ, അതോ BJP അതിനെ പൊളിച്ചെടുക്കുമോ? ഇത്തരത്തിലുള്ള ചിന്ത സാധാരണ വോട്ടർമാരുടെ ഇടയിലുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജിയാണ് ഇപ്പോൾ സുനിൽ കനഗോലു നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി ഇലക്ഷൻ സ്ട്രാറ്റജികൾ മെനയാൻ മിടുക്കനായിട്ടുള്ള കനഗോലു ഓരോ സംസ്ഥാനങ്ങളിലെയും സാധ്യതകൾ, അതായത് UPA തിരിച്ചു വന്നാലുള്ള അനന്ത സാധ്യതകളെ പറ്റി വിലയിരുത്തുമ്പോൾ അത്തരത്തിൽ വീണ്ടും മുന്നണി സംവിധാനം കൊണ്ടുവന്ന് മാത്രമേ അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയൂ എന്ന ഫീഡ്ബാക്കാണ് അദ്ദേഹം ദേശീയ നേതൃത്വത്തിന് നൽകുന്നത്.